ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഹായ്, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ വരും. കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഓൾറൈറ്റ്. നിങ്ങൾ പേര് പറയണ്ട, സ്ഥലം പറയണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഓക്കെ. ഈ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് അത് മാത്രം ഒന്ന് പറയാം. ഒരു സിംഗിൾ ലൈനിൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്? ഒരു എന്റർപ്രണർ ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഓൺടർപ്രണർ ആവുക എന്നുള്ളത്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പം എൻ്റെ നെക്സ്റ്റ് ചോദ്യം, എന്തിനാണ് നിങ്ങൾക്കൊരു ഓൺടർപ്രണർ ആവേണ്ടത്? കാരണം ഒരുപാട് ജോബ് ഉണ്ട് അല്ലേ? പക്ഷെ അതൊന്നും ഇല്ലാതെ ഓൺടർപ്രണർ ആവാനുള്ള ഒരു 3 കാരണങ്ങൾ പറഞ്ഞുതരാമോ? ഒന്ന്, ഞാൻ വർക്ക് ചെയ്യുന്ന ഏകദേശം 28 വർഷത്തോളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഗോൾ, ഒരു ആഗ്രഹം ഉണ്ടാവും. ഒരു മനുഷ്യനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ജോലി ഉണ്ട്, അൽഹംദുലില്ലാ, നല്ലൊരു ജോലിയാണ്, സാലറി ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ജോലി ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരുപാട് ജോലി ചെയ്തു, അപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഒരു സിഗ്നേച്ചർ ആക്കിയിട്ട് മാറ്റുക എന്നുള്ള, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അത് സ്വന്തം നിലയിൽ എവിടെങ്കിലും കാണിക്കുക എന്നുള്ള ഒരു ബ്രാൻഡ് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. ഞാൻ ഇതിന് 100% സപ്പോർട്ട് ചെയ്യണമല്ലോ കേട്ടോ. കാരണം ചിലപ്പം നമ്മൾ ജോബ് ഇൻ്റർവ്യൂസ് ചിലവർ വരും, അപ്പോൾ അവർ പറയും 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറയും. അപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കില്ല, ഇവർക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, എന്തുകൊണ്ട് ഇവർക്ക് സ്വന്തമായിട്ടൊന്ന് തുടങ്ങാൻ പറ്റാമെന്നുള്ളത്. ചിലപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട, നമ്മളെ ഓഡിയൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലപ്പം ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ നല്ല ലീഡർ ആവാൻ പറ്റും. പക്ഷേ ആ ഓർഗനൈസേഷനിൽ നിങ്ങൾ പുറത്താക്കി കഴിഞ്ഞാൽ, പുറത്താക്കാന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ എന്താണ് ഓർഗനൈസേഷന് ഉള്ളിൽ ചെയ്യുന്ന ആ ലീഡർഷിപ്പ് ചിലപ്പം പുറത്തേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആകെ പരാജയപ്പെട്ട ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ പുറത്ത് പോയിട്ടും ആ ലീഡർഷിപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. am I right? ഓക്കെ. നമ്പർ 2 വേറെ എന്തായിരുന്നു രണ്ടാമത്തെ കാര്യം? ഒന്ന് ബ്രാൻഡ്, നമ്പർ 2 വേറെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഓൺടർപ്രണർ ആവേണ്ട ആഗ്രഹം? അത് ഇപ്പൊ പിന്നെ ഒന്ന് വെച്ചാൽ, ഈ മുമ്പ് ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നേരെ വന്ന് സൗദിയിലേക്കാണ്. അപ്പൊ അന്ന് മുതൽ ഇവിടെ തന്നെയാണ്, വേറൊരു രാജ്യത്തും പോയിട്ടില്ല. അപ്പൊ 28 വർഷമായിട്ട് നിങ്ങൾ സൗദിയിലാണ്? ശരിയാണ്. അപ്പൊ അന്നത്തെ സൗദി ഒരുപാട് മാറി. ഇന്ന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. പിന്നെ ലിമിറ്റേഷൻസ് പഴയ പോലെയല്ല, പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങള് വേറൊരാളെ, ഒരു ഫ്രണ്ടിന്റെ പാർട്ണർഷിപ്പിൽ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഞാൻ ജോലി വിട്ടിട്ടുമില്ല. ഗ്രേറ്റ്. ഇത് നിങ്ങൾ നന്നായി അത് പറഞ്ഞു. കാരണം ചിലവരുണ്ട് ഈ ഒരു ഭ്രാന്തൻ, ഞാൻ പറയും ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഓൺടർപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ക്രേസി തിങ് ആണ്, അത് അല്ലെങ്കിൽ ഒരു അഡിക്ഷനാണ്. അത് ചിലർ ബ്ലഡ് ലൈൻ ഉണ്ടാവും. എൻ്റെയൊക്കെ ബ്ലഡ് ലൈൻ ഉണ്ട്, കാരണം എൻ്റെ ഗ്രാൻഡ് പാരൻസ് മുതൽ അവർ ബിസിനസ്സിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെയൊക്കെ ബ്ലഡ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും ഒരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ചിന്തയായിരിക്കും എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ചിന്ത. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം, അത് എല്ലാവർക്കും മനസ്സിലാക്കും വേണം. അതായത് നമ്മൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി ഒരിക്കലും റിസൈൻ ചെയ്തിട്ട്, അത് നിങ്ങളെ ബ്രെഡ് ഏർണിംഗ് ആണെങ്കിൽ, ആ ജോലി നിന്നാണ് നിങ്ങൾക്ക് ഇൻകം സ്ട്രീം ഉള്ളത്, ആ ജോലി ഒരിക്കലും റിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് നല്ലൊരു സ്ട്രാറ്റജി അല്ല. നിങ്ങൾ ആ ജോലി തുടരുക, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊരു ബിസിനസ് ബിൽഡ് ചെയ്യുക. എന്നിട്ട് ആ ബിസിനസ് എന്നാണ് ശരിക്ക്, അത് ഒരു സ്റ്റേജസ് ഉണ്ട്. അതിൻ്റെ ഒരു സ്റ്റേജ് വെച്ചാൽ ടേക്ക് ഓഫ്, നമ്മൾ പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യണത്. പിന്നെ എയർബോൺ എന്ന് പറയും, അതായത് സ്വന്തമായിട്ട് ആ പ്ലെയിനിന് പോകാൻ പറ്റുന്ന രീതി. അപ്പോഴാണ് നമ്മൾ ഈ ഓട്ടോ പൈലറ്റിലൊക്കെ ഇട്ടിട്ട് പൈലറ്റ് ഫ്ലൈ ചെയ്യല്ലേ. ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വിടാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ജോബിനേക്കാളും കൂടുതൽ ഇവിടെ ഏൺ ചെയ്യണം കേട്ടോ. ഇവിടെ ഏൺ ചെയ്യണം, ഇൻകം കൂടുതലാണെങ്കിൽ ആ സമയത്ത് ഓട്ടോ പൈലറ്റിൽ നിങ്ങൾ ബിസിനസ് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലീവ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് ചിലർ അറിയില്ല, ഈ പ്ലെയിന് ലാൻഡും ചെയ്യണമല്ലോ.
വെറുതെ പറഞ്ഞാൽ മാത്രം പോലെ ചില സമയത്ത് നമുക്ക് ലാൻഡ് ചെയ്യിക്കണം. ചിലപ്പോൾ നമ്മൾ ജീവിതത്തിന്റെ ഇടയിലായിരിക്കും അത് ലാൻഡ് ചെയ്യിക്കേണ്ടത്. അതിനാണ് നമ്മൾ എക്സിറ്റ് എന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ ഈ ബിസിനസ് വിട്ട് വേറെ കൊടുക്കേണ്ടി വരും. ആ ബിസിനസ് ചിലപ്പോൾ വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ബിസിനസ് നിർത്തേണ്ടി വരും. ഒരുപാട് കാര്യം. അപ്പം നമുക്ക് എപ്പോഴും എക്സിറ്റും അറിയണം, ഓട്ടോ പൈലറ്റും അറിയണം, ടേക്ക് ഓഫ് അറിയണം. ഇപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ ജോബുണ്ട്, അതിന് റെസ്പെക്റ്റ് ഉണ്ട്. അത് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. am I right? വെരി ഗുഡ്. റൈറ്റ്. അപ്പം ഈ 3 കാര്യങ്ങൾ കിട്ടി. ഒന്ന്, നിങ്ങൾ 28 വർഷമായിട്ട് സൗദിയിലാണ്. നിങ്ങൾക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യണം, അവിടുത്തെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ, സൗദീൻ്റെ പൊട്ടൻഷ്യൽ ഒപ്റ്റിമൈസ് ചെയ്യണം. നിങ്ങളുടെ ജോബിലുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം. ഓ റൈറ്റ്. നെക്സ്റ്റ്. ഓക്കെ. ഇനിയുള്ളത് നിങ്ങൾ ഓൾറെഡി ഓൺട്രപ്രണർ ആയല്ലോ, പിന്നെ എന്തിനാണ് ഈ ഒരു ചോദ്യം ഇവിടെ? എന്റർപ്രണർ ആയെങ്കിൽ അത് അതൊരു ഒരു ബ്രാൻഡാക്കി മാറ്റണം. ഓക്കെ. അവിടെ എവിടെയാണ് ബ്ലോക്ക് ആയിട്ടുള്ളത്? സെറ്റിംഗ്സിലാണല്ലോ നമ്മൾ കൂടിയത്. അപ്പൊ എവിടെയാണ് നിങ്ങൾ ബ്ലോക്ക് ആയിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞ എനിക്ക് ഓൺട്രപ്രണർഷിപ്പിലേക്ക് കടക്കണം, അത് അറിയണം. അത് നിങ്ങൾ ഓൾറെഡി ഓൺട്രപ്രണർ ആണ്, 28 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി കാലെടുത്ത് വെച്ചു. ഹൗ കൻ ഐ ഹെൽപ്പ് യു? അതിലേക്ക് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമ്മൾ സ്പീഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്ലോ ആണെന്നുള്ള അറിഞ്ഞിട്ട് വേണ്ട സ്പീഡപ്പ് ചെയ്യാൻ. അപ്പൊ ഏത് ഏരിയയിലാണ് നിങ്ങൾ സ്ലോ ആയിട്ടുള്ളത്? അത് അറിയണ്ടേ? ഇപ്പൊ നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മളെ വീക്ക്നെസ്സും സ്ട്രെങ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. ബിസിനസ് ആയാലും വേണ്ടില്ല, പ്രൊഫഷണൽ ആയാലും വേണ്ടില്ല, റിലേഷൻഷിപ്പിലായാലും വേണ്ടിയില്ല, പേഴ്സണൽ ലൈഫിലായാലും വേണ്ട. നമുക്ക് എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട്. വീക്ക്നെസ് ഇല്ലാത്ത ഒരു മനുഷ്യൻ ലോകത്തില്ല. am I right? ആ വീക്ക്നെസ് തിരിച്ചറിയാന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ട്രെങ്ത്തും അറിഞ്ഞിരിക്കണം. നമ്മളെ പാഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നമ്മളെ പേർപ്പസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നമ്മളെ മിഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നമ്മളെ വിഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എല്ലാ കാര്യത്തിലും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സ്ലോ ആണെങ്കിൽ ഏത് ഏരിയ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ നമ്മൾ ഏതൊക്കെ ഏരിയ ആണ് നമുക്ക് ചാലഞ്ചിങ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ശരിയല്ലേ? ഏതൊക്കെ ഏരിയാസ് എന്ന്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് ചാലഞ്ചിങ് ആയിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ നമുക്ക് സംസാരിച്ച കാര്യമുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നത് അത് ഇടയ്ക്ക് ഫോക്കസ് മിസ്സാവുന്നതാണ്. ഓക്കെ. ഏതെന്നാ ഫോക്കസ് മിസ്സാവുന്നത്? അല്ലെ, ഇത് ബിസിനസ് തന്നെ നമ്മൾ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു ഫുൾ ഫ്ലോയിൽ അത് പോകുന്നില്ല. ഇടയ്ക്ക് പോവും. അപ്പൊ വീണ്ടും അവിടെ എന്തെങ്കിലും എന്താ പറയാ, നമ്മൾ ആ ഒരു ഫീൽ ചെയ്യുമ്പോൾ വീണ്ടും അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കും. കാരണം ഞാൻ ഓൾറെഡി ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളുടെ ബിസിനസ് എക്സ് എന്നുള്ള ബിസിനസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്താണെന്നുള്ള ഇപ്പം പറയേണ്ട ആവശ്യം ഞാൻ ചോദിച്ചോളാം. എക്സ് എന്നുള്ളൊരു ബിസിനസ് ആണെന്ന് വിചാരിക്കുക. സെയിം സംഭവം തന്നെയാണോ നിങ്ങൾ ജോബായിട്ടും ചെയ്യണത്? അതെ, അത് സെയിം ആണ്. ഓക്കെ, നിങ്ങൾക്ക് സെയിം ഫീൽഡാണ്. സെയിം ഫീൽഡ്, എക്സാക്ട്ലി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നെക്സ്റ്റ് നിങ്ങൾക്ക് പാഷൻ നോക്കാം. ഓക്കെ, നിങ്ങളുടെ പാഷൻ എത്ര? ജോബിലേക്കുള്ള പാഷൻ 0 to 10 എത്ര, എവിടെ നിൽക്കണം? ജോബിലേക്ക് കേട്ടോ, ബിസിനസ് അല്ല, ജോബിലേക്കുള്ള നിങ്ങളുടെ പാഷൻ. ഇൻഡസ്ട്രി സെയിം ആണെന്നുള്ള മനസ്സിലായി. എന്താണ് 0 to 10? 0 to 10 പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇഷ്ടപ്പെടുന്ന ജോബ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം 28 വർഷമായിട്ട്. അതെ. ഓക്കെ. ഇനി നമുക്ക് ആ ബിസിനസ്സിലേക്ക് നോക്കാം. ബിസിനസ്സിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 0 to 10 എവിടെ നിങ്ങളെ പാഷൻ കിടക്കുന്നത്? 6 പറയാം. 6. എന്തുകൊണ്ടാണ് 6 ആയത്? എനിക്ക് തോന്നുന്നു ഇത് തന്നെ, ആ ഒരു ഫോക്കസ് ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണെന്ന്. ഓക്കെ, ആ ഫോക്കസ് നഷ്ടപ്പെടാനുള്ള 3 കാരണങ്ങൾ പറഞ്ഞുതരോ? അതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എനിക്ക് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാമല്ലോ, ഇപ്പൊ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇരിക്കണതും. ഓക്കെ, എന്താണ് 3 കാര്യങ്ങൾ? എന്തുകൊണ്ടാണ് അതിനോട് ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ അതിൽ, ബിസിനസ്സിൽ? അതെ, ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് 6 ആവണത്? എന്തുകൊണ്ടാണ് അത് 6ഉം ഇവിടെ 10ഉം ആവുന്നത്? നിങ്ങൾ എത്ര മണിക്കൂറാണ് നിങ്ങളെ ജോബിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുന്നത്? 8 to 10 hours. 8 to 10 hours per day. That means we are talking about 6 days a week. Am I right? ഓക്കെ. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി എത്ര? അങ്ങനെയാണെങ്കിലും ഓപ്പറേഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പം എൻഗേജ്ഡ് ആയിരിക്കണം ഫുള്ള്. അപ്പം ലൈവായിട്ട് അതിൽ 8 to 10 hours ഞാൻ ഉണ്ടാവും. അത് കഴിഞ്ഞാലും ചിലപ്പോ അതിൽ അറ്റൻഡ് ചെയ്യേണ്ട കേസുകൾ വരും. അതെ, ഓവർ ടൈം ആയിട്ടുള്ളത്. ഓവർ ടൈം അല്ല എന്ന് വെച്ചാൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി അങ്ങനെയാണ്. എക്സാക്ട്ലി. റൈറ്റ്. എവിടുന്ന ബാക്ക്ഗ്രൗണ്ട് വോയിസ് വരുന്നു? ഓക്കെ, കേൾക്കാമോ ഞാൻ പറഞ്ഞത്? ഞാൻ കട്ട് ചെയ്തോളാം. ഓക്കെ. നിങ്ങൾ അവിടെ നിന്നാണോ അല്ലെ വേറെ എവിടെ നിന്നാണോ? അല്ല, എന്റെ അടുത്തുനിന്നല്ല. അല്ല,
അല്ല. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യുന്ന ആള് ഒന്ന് മ്യൂട്ട് ചെയ്യാം. ജോയിൻ ചെയ്ത വ്യക്തി ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഗ്രേറ്റ്. അപ്പം എൻ്റെ ചോദ്യം, അപ്പം നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി എത്ര മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? കറന്റ്ലി ലൈവ് സപ്പോർട്ടാണ്, കാരണം അതിനൊരു മാനേജറെല്ലാം ഉണ്ട്. പിന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇപ്പൊ. പിന്നെ അല്ലാതെ 1 to 2 hours അതിനുവേണ്ടി ഡെയിലി ബിസിനസ്സിന് വേണ്ടി കൊടുക്കണ്ടോ നിങ്ങൾ? ഉണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ 2 hours കൊടുക്കണ്ട, ഇവിടെ ഏകദേശം 10 hours, 8 to 10 hours നിങ്ങൾ ഇവിടെയും കൊടുക്കണ്ടേ, റൈറ്റ്? ഓക്കെ, എന്നിട്ട് പിന്നെ എവിടെ ഇനി ഫോക്കസ് കുറയാനുള്ള കാരണം? ഫോക്കസ് എവിടെയോ ഒരു പ്രശ്നമുണ്ട്. എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അത് സിങ്ക് ആവണില്ല. നിങ്ങൾക്ക് അത് ബിസിനസ് ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി ഒക്കെ നല്ലതാണ്, പക്ഷെ എവിടെയോ ഒരു സംഭവം കുറവുണ്ട്. ഓക്കെ, നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയോ ബിസിനസ്സിന്? ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഏകദേശം നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ പ്രൊഫഷനേക്കാളും അല്ലെങ്കിൽ അതിനോട് മാച്ച് ചെയ്യുന്ന ഇൻകം ആണോ ജനറേറ്റ് ചെയ്യണത്? ഇല്ലില്ല. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? അതിനുവേണ്ടി നമ്മള് പിന്നെ ട്രേഡിംഗ് ആണ് ബിസിനസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം പുതിയ പ്രൊഡക്ട്സ് പിന്നെ ആഡ് ചെയ്യണം. നിങ്ങൾ ഇത് പറഞ്ഞുതരാമോ? ഇപ്പം നിങ്ങൾക്ക് ഏൺ ചെയ്യണം പൈസ എത്രയെന്ന് പറയണ്ട, സൗദി റിയാലൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന സാലറിന്റെ എത്ര പെർസെന്റേജ് നിങ്ങൾക്ക് ബിസിനസ് ഇപ്പം കിട്ടുന്നുണ്ട് റവന്യൂ? അതിന്റെ ഒരു 10% ഒക്കെ കിട്ടും. ഓക്കെ, റൈറ്റ്. ഇപ്പൊ അത് മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ലെറ്റ്സ് സേ, ഒരു ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലെറ്റ്സ് സേ നമ്മൾ 1 ലക്ഷം റുപ്യയാണ് നിങ്ങളുടെ ജോബ് നിങ്ങൾക്ക് സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ 10,000 മാത്രം കിട്ടണുള്ളൂ അല്ലേ? അതല്ലേ? ഇനി ഈ 10,000 നെക്സ്റ്റ് ഒരു എത്ര മാസത്തിനുള്ളിൽ ഒരു എന്താണ് നിങ്ങൾ ടാർഗറ്റ്, എത്രയിലേക്ക് എത്തിക്കണം? ഞാൻ ബ്രേക്ക് ഈവൻ, ഞങ്ങളുടെ ബിസിനസ് ബ്രേക്ക് ഈവൻ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 2 yearsലെങ്കിലും ഒരു ബ്രേക്ക് ഈവൻ വരണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. 2 yearsന് ബ്രേക്ക് ഈവൻ ആവണമെന്നുണ്ടെങ്കിൽ ഫോർ ദ നെക്സ്റ്റ് 3 months എന്ത് ചെയ്യണം അതാണ് ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ അത് ലോങ് ടേം ആണ്, ലിറ്റിൽ ലോങ് ടേം, പക്ഷെ നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് അത് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് 3 monthsന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് സോ ദാറ്റ് യുവർ ബിസിനസ് കൻ സ്റ്റാർട്ട് ഗ്രാജുവലി ഗ്രോയിങ് ടു ദ ബ്രേക്ക് ഈവൻ പോയിന്റ്? എന്ത് ചെയ്യണം? ബിസിനസ് വോളിയം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്, പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുക എന്നുള്ളത്. വോളിയം ഇൻക്രീസ് ചെയ്യുക, പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എവിടുന്ന കൊണ്ട്? ചൈനീസ് പ്രൊഡക്റ്റ് ആണോ അവിടുത്തെ പ്രൊഡക്റ്റ് ആണോ? ഇല്ല, ചൈനീസ് അല്ല, ഇവിടുത്തെ ഇപ്പം ഇമ്പോർട്ട് ചെയ്യുന്ന ഒമാനും UAE. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പോഴത്തെ വോളിയം എത്രയാണ്? മന്ത്ലി വോളിയം ആണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ വോളിയം ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അല്ലേ? വോളിയം ഇൻക്രീസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ വോളിയം എത്രയാണ്? എത്ര ടണ്ണോ വാട്ട് ഇസ് ഇറ്റ്? എനിക്കറിയില്ല. ബൈ വാല്യൂ ആണോ? അതെ, ലൈക്ക് 500,000. 500,000. ഓക്കെ, 500,000. ഇനി എത്രയും കൂടെ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും ഫോർ നെക്സ്റ്റ് 3 monthsന്റെ ഉള്ളിൽ അത് ഗ്രോ ചെയ്യണം. എത്ര പെർസെന്റേജ് ഗ്രോ ചെയ്യണം ഈ 3 monthsന്റെ എത്ര ഗ്രോ ചെയ്യണം നിങ്ങൾക്ക്? നെക്സ്റ്റ് 3 months എക്സിസ്റ്റിംഗിന്റെ ആണോ ഉദ്ദേശിച്ചത്? ഒരു 30% എങ്കിലും. 30%. ഓക്കെ, 30% ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നത് നിങ്ങൾ ബിസിനസ് സ്ട്രാറ്റജിയിൽ? കാരണം സെയിം സ്ട്രാറ്റജി നമുക്ക് ഇനി കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഒന്നുണ്ട്, വാട്ട് ഗോട്ട് യു ഹിയർ വിൽ നോട്ട് ഗെറ്റ് യു ദെയർ എന്ന് പറയും. അപ്പോൾ ഇന്ന് വരെ എന്താ കൊടുക്കുന്നത് അതിനേക്കാളും 30% കൂട്ടുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീക്ക് ഹൈക്ക് ഉണ്ടാവണമല്ലോ, ഒരു ചെറിയ ചേഞ്ച് വേണ്ടേ? സോ വാട്ട് ആർ ദ തിങ്സ് ഇന്ന് ഈ സംസാരത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് അത് നിങ്ങൾ തീരുമാനിച്ച് ആക്ഷൻ എടുക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? അതെ. ഓക്കെ, ഗ്രേറ്റ്. 0 to 10 എത്ര ആക്ഷൻ എടുക്കും നിങ്ങൾ? ആക്ഷന് 0 to 10 എത്ര ഉറപ്പുണ്ട് നിങ്ങൾ ആക്ഷൻ? ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഈ 30% ഇൻക്രിമെന്റ് വരണമെന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് വരുന്നുണ്ടെങ്കിൽ വിത്തിൻ ദ നെക്സ്റ്റ് 3 months എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ ചെയ്യുക? ഇപ്പം വരെ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കണം കേട്ടോ. ഇപ്പം വരെ ചെയ്യാത്ത 3 കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഒന്നിത് തന്നെ പ്രൊഡക്റ്റ് റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പുതിയ പ്രൊഡക്റ്റുകൾ കണ്ടെത്തുക. പുതിയ ന്യൂ പ്രൊഡക്റ്റ് അല്ലേ? ഓക്കെ. നമ്പർ 2 ടീമിന്റെ നമ്പർ ഓഫ് ടീം ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇൻക്രീസ് ചെയ്യുക. നമ്പർ 3 സെയിൽസ് ടീം. ഓക്കെ, സെയിൽസ് ടീമാണോ നിങ്ങൾ പറഞ്ഞത്? അതെ. ഓക്കെ, സെയിൽസ് ടീം. ഈ സെയിൽസ് ടീം എന്ന് വെച്ചാൽ ഇത് ഓൺലൈൻ ആണോ അല്ലെങ്കിൽ ഓഫ്ലൈൻ? ഓഫ്ലൈൻ തന്നെ. ഓക്കെ, ഗ്രേറ്റ്. മൂന്നാമത്തെ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? മൂന്നാമത്തത് അതിൽ കുറച്ചുകൂടെ ഫോക്കസ് കൂട്ടുക എന്നുള്ളതായിരിക്കും. ഓക്കെ, ഫോക്കസ്. ഓക്കെ, എൻഗേജ്മെന്റ് ചെയ്യുന്ന എന്റെ ടൈം അതിന് കൊടുക്കുന്നത് കുറച്ചുകൂടെ കൂട്ടാണ്, പ്രൊഡക്റ്റീവ് ആക്കാന്നുള്ളത് അല്ലേ?
അതെ. ഓക്കെ. ഇപ്പോൾ ഈ 3 കാര്യം ന്യൂ പ്രൊഡക്റ്റ്, ടീം ഇൻക്രീസ് ചെയ്യുക, മച്ച് മോർ ഫോക്കസിങ്, എൻഗേജ്, ഫോക്കസ്ഡ്, ഇത് 3 ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആദ്യം പ്രവർത്തിക്കണം എന്നുള്ളത്? മച്ച് മോർ ടൈം. ടൈം ഫോർ വാട്ട്? ഇറ്റ്സ് നോട്ട് ടൈം. യു ഡിഡ്ന്റ് മെൻഷൻ എനിത്തിങ് അബൌട്ട് ടൈം. ടൈമിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ന്യൂ പ്രൊഡക്റ്റിനെ പറഞ്ഞു, നമ്പർ 2 ടീമിനെ കുറിച്ച് പറഞ്ഞു, മൂന്നാമത്തെ ഫോക്കസിംഗ് എന്ന് പറഞ്ഞു. ഈ 3 ഫോക്കസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ഫോക്കസ് ചെയ്ത് എങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? പക്ഷെ കൂടുതൽ എൻഗേജ് ആവുക എന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എൻഗേജ് ആവണം. 1 to 2 hours ആണ് ഇപ്പോ ഞാൻ അതിന് ഡെയിലി മാറ്റി വെക്കുന്നത്. ആ സമയം കുറച്ചുകൂടെ അതിനെന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക്? അതിന് What is that you can do that you have never done till now? That means there's something that you're not doing currently. ഇപ്പോൾ ചെയ്യാത്ത എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? അതന്നെ അതിന്റെ അനാലിസിസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷനിലേക്ക് ഞാൻ എത്തണം. അല്ല, ദാറ്റ് മീൻസ് ഫോക്കസ് നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് ടെൽ മീ, നിങ്ങൾ കൂടുതൽ എൻഗേജ് ആവില്ല എന്ന് പറഞ്ഞു. am I right? You are engaging only 2 hours എന്നുള്ള. am I right? നിങ്ങൾ 2 hours നിങ്ങൾ തന്നെ അവിടെ നിങ്ങൾ എൻഗേജ് ആവണമെന്നുണ്ട്. നിങ്ങളൊരു ടീമില്ലേ അവിടെ വർക്കിംഗ്? നിങ്ങളെ പേരുള്ള ആളാണോ? അതെ, പേരുള്ള ആളാണ്. അപ്പം ആ വ്യക്തിക്ക് നിങ്ങൾ ലീഡർഷിപ്പ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ 2 മണിക്കൂർ, ചിലപ്പം ഇവിടുത്തെ 10 മണിക്കൂർ, അവിടുത്തെ 2 മണിക്കൂർ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം തന്നെ 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. am I right? അപ്പൊ എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് അല്ല. ഞാൻ ചോദിക്കുന്നത് റിസൾട്ട് ബേസ്ഡ് പ്രൊഡക്ടിവിറ്റി ഞാൻ പറഞ്ഞത്. ഹൗ ക്യാൻ യു ഇൻക്രീസ് യുവർ പ്രൊഡക്ടിവിറ്റി ദോ യു ആർ സ്പെൻഡിങ് ഓൺലി 2 hours? 2 hours മാത്രമേ ഉള്ളൂ. ആ 2 hours നിൽക്കല്ല, നിങ്ങൾ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് പോവാം. അത് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല. നിങ്ങൾ ഡ്രെയിൻ ചെയ്ത് പോവാം. അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെ നിങ്ങൾ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള. അപ്പോൾ അതിന് 2 കാര്യം ഇപ്പം നിങ്ങൾ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ പറഞ്ഞു ന്യൂ ടീമിനെ കൊണ്ടുവരണം. രണ്ടാമത്തെ നിങ്ങൾ ന്യൂ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. am I right? ഓക്കെ. അതിന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് നമുക്ക് ഒരു 3 ആൻസർ ഉണ്ടായിരിക്കണം. നമ്പർ 2 ടീം ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്താണെന്നും, മൂന്നാമത്തെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, നിങ്ങളുടെ ടൈം ലിവറേജ് ചെയ്തുകൊണ്ടിട്ട് 2 മണിക്കൂർ മാത്രമേ ഇരുന്നോട്ടെ, പക്ഷെ അത് ലിവറേജ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് മറ്റ് 2 കൂടെ റിലേറ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് 24 മണിക്കൂറല്ലേ ഉള്ളൂ, കുറച്ച് ഉറങ്ങും വേണ്ടേ? അതുമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നിങ്ങൾ ലിവറേജ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ടൈം എങ്ങനെ ലിവറേജ് ചെയ്യാൻ പറ്റുക? പ്രൊഡക്ടിവിറ്റി കൂട്ടണം. 30% കൂട്ടണം കേട്ടോ. 30% 3 മാസം 30% കൂട്ടണം. പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ടൈം ലിമിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും? എന്താണ് സ്ട്രാറ്റജി? ബെസ്റ്റ് സ്ട്രാറ്റജി എന്താ? ഫസ്റ്റ് പ്രൊഡക്റ്റ് പ്രൊക്യൂർ ചെയ്യാൻ അതിന്റെ സോഴ്സുകൾ കണ്ടെത്തുക. ഓക്കെ, സോഴ്സ് കണ്ടെത്താം. ഓക്കെ. പ്രൊഡക്റ്റ് സോഴ്സ് എന്ന് വെച്ചാൽ പുതിയ ഈ ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ. ഓക്കെ, അതിന്റെ സോഴ്സ് ആണ്. ഓക്കെ. അതിനെന്താണ് 3 സ്റ്റെപ്പ് എന്താ ഉള്ളത്? ഒരു പ്രൊഡക്റ്റ്, പുതിയ പ്രൊഡക്റ്റ്, മാർക്കറ്റിൽ നീഡായിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ സോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ what are the 3 steps that you have to take? നിങ്ങൾ എത്ര പ്രൊഡക്റ്റ് ഇപ്പം ഉണ്ട്? ഇപ്പം എത്ര പ്രൊഡക്റ്റ് ഉണ്ട്? നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആണ്. അതെ, എക്സാക്ട്ലി കറക്റ്റ്. അറൗണ്ട് 30. അപ്പോൾ ആ പ്രൊഡക്റ്റിന് നിങ്ങൾ ചെയ്തപ്പോൾ ഇപ്പം നന്നായിട്ട് അത് വർക്ക് ചെയ്യണില്ലേ? ഓക്കെ. നമ്മളൊരു എന്താ പറയാ എസ്റ്റാബ്ലിഷ് സ്റ്റേജ് ആണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പം അതിനെടുത്ത സ്റ്റെപ്സ് ഉണ്ടല്ലോ, എന്തായിരുന്നു? ഇപ്പൊ നിങ്ങൾ പുതിയ 3 പ്രൊഡക്റ്റും കൂടെ ഇതിൽ ഇൻട്രൊഡ്യൂസ്, 3 യു ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് 30% ഇൻക്രിമെന്റിന് വേണ്ടി ഇനിയും പ്രൊഡക്ട്സ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക? ആദ്യം എടുത്ത സ്റ്റെപ്പിനേക്കാളും കൂടുതലായിരിക്കണം ഇവിടെ, കാരണം ഇവിടെ ഒരു ഇൻക്രീസ് ഉണ്ട്, 30% ഇൻക്രീസ് ഉണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ് യു വിൽ ഡു ഡിഫറെന്റ്ലി നൗ? ആദ്യത്തെ സ്റ്റെപ്പ് ഒരു പ്രൊഡക്റ്റ് സോഴ്സ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ മാർക്കറ്റ് സ്റ്റഡി നടത്തുക. നമ്മുടെ ഇപ്പോഴുള്ള ലീഡറെ വെച്ചിട്ട് എക്സിസ്റ്റിംഗ് ടീമിനെ വെച്ചിട്ട് മാർക്കറ്റ് സ്റ്റഡി നടത്തുക. വർക്ക്ഔട്ട് ആവോ, അതിന്റെ പ്രൈസിങ്ങും പിന്നെ അതിന്റെ പ്രൈസിനും അതിന്റെ എത്ര മാർജിൻ കിട്ടും എന്നുള്ളത്. ബ്യൂട്ടിഫുൾ. അതിനെന്താ 3 സ്റ്റെപ്പ് എടുക്കേണ്ടത്? അതിന് 3 സ്റ്റെപ്പ്. നമ്മളിപ്പോ SOP ആണ് ഉണ്ടാക്കേണ്ടത്, മനസ്സിലാക്കാം. അപ്പൊ അതിനുള്ള 3 സ്റ്റെപ്പ് എന്താ?
SOP എന്നുള്ള അറിയാത്തവരുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നുള്ള. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, എന്താണ്? പറയാനാണ് ഇപ്പൊ കിട്ടാത്തത്. ഇല്ലല്ലേ, അപ്പം അതുണ്ട് നിങ്ങൾ മനസ്സിൽ, നിങ്ങൾ ഇത്രയും ചെയ്ത ആളല്ലേ, ഇപ്പം തീർച്ചയായിട്ടും ഉണ്ട്. അത് പോയിന്റ് ആയിട്ട് പറയുമ്പോ ഇല്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. എല്ലാവരും പഠിക്കണ്ട കേട്ടോ, ഇത് കാണുന്നവരെല്ലാവരും പഠിക്കണ്ട. നിങ്ങൾ ഇരുന്ന് ഇത് ലീഡർഷിപ്പാണ്. എന്താ ചെയ്യാം? അല്ല സാർ പറഞ്ഞ ഇപ്പം നമ്മള് പ്രൊഡക്റ്റിനെ പറ്റി മാർക്കറ്റ് സ്റ്റഡി നടത്തുകയെന്നാണല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എക്സാക്ട്ലി. അതിന് വേണ്ടത് ആ പ്രൊഡക്റ്റും അതിന്റെ ഡീറ്റെയിൽസും ടീമുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അതിനെന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, പ്രൊഡക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അതിനെന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് സപ്ലയർ പിന്നെ വെബ്സൈറ്റുകളും നമ്മളെ കോണ്ടാക്ട്സിലൊക്കെ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിന്റെ പ്രൈസും കാര്യങ്ങളും എടുക്കുക ഫസ്റ്റ്. ഓക്കെ, അതെന്ന് ചെയ്യും? ഇന്ന് 20th ഫെബ്രുവരി, വിത്തിൻ 10th of മാർച്ച്. എന്തിനാ ഇത്ര ദിവസം കൊടുക്കുന്നത്? 10th of മാർച്ച് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് മാർക്കറ്റ് സ്ലോ ഡൗൺ ആവില്ല, റംസാൻ അല്ലേ, അപ്പം കംപ്ലീറ്റ് സ്ലോ ഡൗൺ ആവില്ല. അല്ല, അതെങ്ങനെയാലും ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഈവൻ ഒരു പ്രൊഡക്റ്റ് സോഴ്സ് ഔട്ട് ചെയ്താലും പിന്നെ ഈവൻ നെയ്ബറിംഗ് കൺട്രീസിൽ നിന്നായാലും നമ്മളത് പിന്നെ അതിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ പ്രൊഡക്റ്റ് നമ്മള് പിന്നെ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം എന്താണ്, ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ നമ്മുടെ റേഞ്ച് ഉണ്ടാവില്ല. കാരണം എക്സിസ്റ്റിംഗ് റേഞ്ചുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം ഒന്നാമതായിട്ട്. അബ്സല്യൂട്ട്ലി. അപ്പൊ നിങ്ങൾ ഹൈ എൻഡ് കസ്റ്റമേഴ്സ് ആണോ, ഹൈ എൻഡ് ടിക്കറ്റ് ആണോ, എങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ്? മിഡിൽ ഫൈൻ. ഇപ്പൊ ഞാൻ ചോദിക്കണ്ടേ, ഓക്കെ, അത് നിങ്ങൾ 10th എന്ന് പറഞ്ഞു, 10th of മാർച്ചാ പറഞ്ഞിട്ടില്ലേ അല്ലേ? 10th of മാർച്ച് ആണോ 10 days? മാക്സ്. ഓക്കെ, അതിനു വേണ്ടി നിങ്ങൾ ആരാ അത് സോഴ്സ് ഔട്ടിങ്ങിന്റെ പറ്റിയിട്ട് കൂടുതൽ സ്റ്റഡി, മാർക്കറ്റ് റിസർച്ച് ഒക്കെ ആരാ ചെയ്യാൻ? നിങ്ങളാണോ നിങ്ങളുടെ ടീമാണോ? ടീമാണ് ചെയ്യാൻ. ടീമിനോട് എന്നാ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട്? ടീമിനോട് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ബിഫോർ എൻഡ് ഓഫ് ഫെബ്രുവരി നിങ്ങൾ സംസാരിക്കുള്ളൂ ഇതിനെ കുറിച്ചിട്ട് അവരായിട്ട്, പിന്നെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ആണ്? അത്രയും സമയം എടുക്കും സാർ. നമ്മളിപ്പോ സപ്ലൈസും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ഇത് കിട്ടുമ്പോഴത്തേക്ക്. അല്ല, അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമല്ലേ അത് ഞാൻ ചോദിക്കണത്? ഐഡന്റിഫൈ ചെയ്യുന്ന ജോബ് ആരെടുത്താണോ, നിങ്ങളെടുത്താണോ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്ന വിത്തിൻ 5 days എന്തായാലും ഫൈനൽ ആക്കണം. അതാ ചോദിച്ചത്. അതിനെന്താ സ്റ്റെപ്പ് എടുക്കാം? അതിന് സെർച്ച് ചെയ്യണം. ഓക്കെ, ആരെ സെർച്ച് ചെയ്ത്? നിങ്ങളാ ചെയ്യല്ലേ, നിങ്ങളുടെ ടീം? ഞാൻ തന്നെ ചെയ്യുന്നത്. ഓക്കെ, എന്ന് ചെയ്യും അത് ഇന്ന് തുടങ്ങും. ഓക്കെ, എന്നിട്ട് എത്രണ്ണത്തിന്റെ ഫോക്കസ്, മിനിമം എത്ര ഫോക്കസ് ചെയ്യണം നിങ്ങൾ? മിനിമം 3. ഇന്ന് എത്ര മണിയാകുമ്പോഴേക്കും തുടങ്ങി കഴിഞ്ഞാൽ എത്ര മണിയാകുമ്പോഴേക്കും നിങ്ങൾ ഫോക്കസ് കംപ്ലീറ്റ്? നമ്മളിവിടെ ഫോക്കസിന്റെ കാര്യമായിട്ടാ പറഞ്ഞത്, ഫോക്കസ് അപ്പോൾ നമ്മൾ സംസാരിക്കാൻ. എത്ര മണിന്റെ ഉള്ളിൽ ഓക്കെ നിങ്ങൾ ആ 3 അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ബേണിംഗ് ഡിസയറോടുകൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും? 100% ഫോക്കസ് ഞാൻ പറഞ്ഞത് ഇവിടെ. 5 മണിക്ക്. Is it Indian time or Saudi Arabian time? Saudi time. So Indian time എത്ര വരും അത്? 7:30. നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കോ? നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ നമ്പർ നിങ്ങളുടെ അടുത്തുണ്ട്, അപ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കും. Will you be able to do that? Sure. 0 to 10. How much confident are you? 10. Are you happy? Happy, sir. ഇന്ന് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ you can come and sit with me again. Professionally, you can come and sit with me and I can help you take this to the next level. Happy with that? Happy, sir. Thank you. Thank you very much. ഇന്ന് 7 മണിക്ക് ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ ഫോൺ കോൾ. Inshallah. Thank you.